ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇൻസ്പയർ ടെക്നിക്കൽ PSCയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ടേണറിന്റെ 8ാമത്തെ മോഡ്യൂൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെക്ഷൻ ആണ് എടുക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ആ മോഡ്യൂൾ നമുക്ക് പഠിക്കാനുള്ള കൂടുതലും ടാപ്പേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ബട്ട് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് കുറച്ച് ഡൗട്ടുകളൊക്കെ വരാനും അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ കുറെ പോയിന്റുകളൊക്കെ ബൈഹാർട്ട് ചെയ്യാനൊക്കെ ഉണ്ട് ഈ ഒരു മോഡ്യൂളിൽ. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ അത് കവറപ്പ് ചെയ്ത് പോവാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അബൌട്ട് ദ യൂസസ് ഓഫ് ടാപ്പർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് ടാപ്പറിന്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ടാപ്പേഴ്സ് ആർ യൂസ്ഡ് ഫോർ ഈസി അസംബ്ലി ആൻഡ് ഡിസസംബ്ലി ഓഫ് പാർട്സ്. ടാപ്പേഴ്സ് ആർ യൂസ്ഡ് ഫോർ ഗിവിംഗ് സെൽഫ് അലൈൻമെന്റ്സ് ഇൻ അസംബിൾഡ് പാർട്സ്. ടാപ്പേഴ്സ് ആർ യൂസ്ഡ് ഫോർ ഡെക്കറേറ്റീവ് പർപ്പസസ് ഇൻ മാനുഫാക്ചറിംഗ്. മൂന്ന് സ്റ്റേറ്റ്മെന്റ്സും 4 ഓപ്ഷൻസും നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാവരും ഒന്ന് ആൻസർ ചെയ്തേ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, വലിയ ഡിഫിക്കൽറ്റി ഒന്നുമില്ല. ക്വസ്റ്റ്യൻ നമ്പർ 1 എന്നിട്ടിട്ട് തന്നെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവരും ആൻസർ ചെയ്യാം. സയൂജ് ഹായ്. ഓക്കെ, എന്തുവരും? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ ആൻസർ വരും? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഓക്കെ, ഇപ്പൊ പ്രൈമറിലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ടാപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ടാപ്പർ എന്ന് പറഞ്ഞാല് നമുക്ക് ഒരു ഡയമീറ്റർ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡയമീറ്ററോ അല്ലെങ്കിൽ തിക്നെസ്സോ വാട്ടവർ, ഓക്കെ, അതായത് ഇതിന് എലോങ് ദി ലെങ്ത്തിൽ നമുക്ക് ഇതിന് ഡീവിയേഷൻസ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഒരു ഗ്രാജുവൽ ഇൻക്രീസോ ഒരു ഗ്രാജുവൽ ഡിക്രീസോ. നമ്മളൊരു ഡയമീറ്ററിന്റെ കാര്യം തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. സപ്പോസ് നമുക്കൊരു ഡയമീറ്റർ തന്നെ കൺസിഡർ ചെയ്യാം. അപ്പൊ ഇതൊരു ഡയമീറ്റർ ആണ്. ഈ ഡയമീറ്റർ എലോങ് ദി ലെങ്ത് കൂടുന്നതിനനുസരിച്ച് ഇവിടെ സപ്പോസ് ഇത് 50 mm ഡയമീറ്റർ ആയിരുന്നു ഇനീഷ്യലി, ഇവിടെയും 50 mm ഡയമീറ്റർ ആണ് എങ്കിൽ, അതായത് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് വേരി ചെയ്യുന്നതിനനുസരിച്ച് ഇതിന് ഇപ്പൊ ഇത് 50 എന്നുള്ളത് 49 ആയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്ലൈറ്റ് ഡിക്രീസ്. ക്ലിയർ. അതുപോലെ തന്നെ 51 ആയി കഴിഞ്ഞാലും അവിടെ ഒരു സ്ലൈറ്റ് എൻലാർജ്മെന്റ് ഉണ്ട്. ക്ലിയർ. അപ്പോൾ ഗ്രാജുവൽ ഇൻക്രീസോ ഓർ ഡിക്രീസ് ഇൻ ഡയമീറ്റർ അലോങ് ദി ലെങ്ത് ഓഫ് ദി ജോബിനെ നമ്മൾ പറയുന്ന പേരാണ് ടാപ്പർ. ഇസ് ഇറ്റ് ക്ലിയർ? എന്താണ് ടാപ്പർ എന്ന് ആദ്യം മനസ്സിലാക്കുക. ടാപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാജുവൽ ഇൻക്രീസോ ഡിക്രീസോ ഇൻ ഡയമീറ്റർ ഓർ വിഡ്ത്, അല്ലെ, അലോങ് ദി ലെങ്ത് ഓഫ് ദി ജോബ്. ക്ലിയർ. അതാണ് നമുക്ക് ടാപ്പർ എന്ന് മനസ്സിലാക്കി വെക്കുക. ഈ ടാപ്പേഴ്സ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. എന്തിനു വേണ്ടി ടാപ്പർ യൂസ് ചെയ്യുന്നത്? ഒരു ഈസി അസംബ്ലി ആൻഡ് ഡിസസംബ്ലി, അല്ലേ? അതായത് നമുക്കിപ്പോൾ ഞാൻ എപ്പോഴും ടാപ്പറിന്റെ ക്ലാസ് എടുക്കുമ്പോൾ ഈ കസേര അടുക്കി വെക്കുന്ന പറയും, ഗ്ലാസ് അടുക്കി വെക്കുന്നത് പറയും, പേപ്പർ ഗ്ലാസ് ഇങ്ങനെ അടുപ്പിച്ച് വെക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ചെറിയ ടാപ്പർ ഉള്ളതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഒരു സ്ഥലത്ത് വേറെ സ്ഥലത്തേക്ക് മൂവ് ഓൺ ചെയ്യാനൊക്കെ ആ ഒരു ടാപ്പർ നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈസി അസംബ്ലി ആൻഡ് ഡിസസംബ്ലി, സെൽഫ് അലൈൻമെന്റ് ഓഫ് അസംബിൾഡ് പാർട്സ്, ഒരു സ്ഥലത്ത് വേറെ അതിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഇവിടെയൊക്കെ എന്താ ആവശ്യമുണ്ട്? ടാപ്പേഴ്സിന്റെ ആവശ്യം വരുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഇവിടെ എന്താ ആൻസർ വരും? ആരും ആൻസർ ചെയ്തിട്ടില്ല കേട്ടോ ഇതുവരെ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദീപു, അശ്വന്ത്, ഫാസിൽ, നസീബ്, സയൂജ്, ഗോപകുമാർ. ഓക്കെ, യെസ്, വെരി ഗുഡ്. എന്തുവരും? ഒന്നാമത്തത് ബി, അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആൻസർ ആണെന്ന് അറിയാം. ബട്ട് നിങ്ങൾ ഒന്ന് എന്ത് ചെയ്യുക, ആൻസർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ക്യാൻ ബി യൂസ് ടു എക്സ്പ്രസ് ടാപ്പേഴ്സ്? ക്വസ്റ്റ്യൻ നമ്പർ 2. അതായത് എങ്ങനെയാണ് നമ്മൾ ടാപ്പറിനെ എക്സ്പ്രസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ടാപ്പറിനെ നമുക്ക് എങ്ങനെയൊക്കെ എക്സ്പ്രസ് ചെയ്യാം? ഓക്കെ, ഒന്നാമത്തെ മെത്തേഡാണ്. ഓരോന്ന് പറയാം. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഡയമെൻഷൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ഡയമെൻഷൻസ് ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരു ടാപ്പറിനെ എക്സ്പ്രസ് ചെയ്യാം. ലൈക്ക് അതായത് ബിഗ് ഡയമീറ്റർ ഡി എന്നോ സ്മാൾ ഡയമീറ്ററും അതിന്റെ ലെങ്ത് ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ബൈ ഗിവിംഗ് ഡയമെൻഷൻസ് നമുക്ക് ഇതിനെ എക്സ്പ്രസ് ചെയ്യാം. ഇൻക്ലൂഡഡ് ആംഗിളിനെ ബേസ് ചെയ്ത് നമുക്ക് ഇതിനെ എക്സ്പ്രസ് ചെയ്യാം. ഇൻക്ലൂഡഡ് ആംഗിളിനെ ബേസ് ചെയ്തിട്ട് എക്സ്പ്രസ് ചെയ്യാം. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്
ടാപ്പർ പെർ ഫുഡ് TPF വെച്ചിട്ട് നമുക്കിതിനെ എക്സ്പ്രസ് ചെയ്യാം. TPF ടാപ്പർ പെർ ഫുഡ്, അതായത് 12 ഇഞ്ച് ലെങ്ത്തിനെയാണല്ലോ നമ്മളൊരു ഇതെന്ന് പറയുന്നത്, ഒരു എന്താ പറയുക, ഒരു ഫീറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അതില് ഇപ്പൊ 5/8 ഇഞ്ച് TPF എന്നൊക്കെ പറഞ്ഞിട്ട് എക്സ്പ്രസ് ചെയ്യാറുണ്ട്. അപ്പൊ ആ 12 ഇഞ്ച് ലെങ്ത്തിൽ എത്രത്തോളം വേരിയേഷൻ വരുന്നുണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത് TPF വെച്ചിട്ട്. പിന്നെ നമുക്ക് ടാപ്പർ റേഷ്യോ വെച്ചിട്ട്, അതായത് കോണിസിറ്റി വെച്ചിട്ട് നമുക്ക് ഇതിനെ എക്സ്പ്രസ് ചെയ്യാം. ഇത് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. കോണിസിറ്റി വെച്ചിട്ട് ഇതിനെ എക്സ്പ്രസ് ചെയ്യാം. ഇറ്റ് മീൻസ് ഇപ്പം 1:20 എന്നൊക്കെയാണ് പറയുക. റേഷ്യോ അല്ലേ, 1:20, 1/20, അതിന് നമുക്ക് 1:20 എന്നൊക്കെ പറയാം. ഇറ്റ് മീൻസ് എന്താണ്, അതായത് ഇപ്പൊ 1:20 മീൻസ് ടാപ്പർ ലെങ്ത് 20 യൂണിറ്റ്സ് മാറുമ്പോൾ 1 യൂണിറ്റ് ഡയമീറ്ററിലോ അല്ലെങ്കിൽ നമ്മുടെ വിഡ്ത്തിലോ വേരിയേഷൻസ് വരാം. അതാണ് 1:20 എന്ന് മീൻ ചെയ്യുന്നത്. 1:100, അതായത് 100 mm ലെങ്ത്തിൽ 1 വേരിയേഷൻ വരാം. ഓക്കെ, അതായത് നമുക്ക് ടാപ്പർ റേഷ്യോ ബൈ ടാപ്പർ റേഷ്യോ അല്ലെങ്കിൽ കോണിസിറ്റി എന്നാ പറയാം. ക്ലിയർ? അഞ്ചാമത്തെ ഒരു മെത്തേഡും കൂടി ഉണ്ട്, ദ ഫിഫ്ത്ത് മെത്തേഡ്. ഏതാണ്? ബൈ സ്റ്റാൻഡേർഡ് ടാപ്പർ നമ്പർ. സ്റ്റാൻഡേർഡ് ടാപ്പർ നമ്പർ വെച്ചിട്ടും നമുക്ക് ഇതിനെ എക്സ്പ്രസ് ചെയ്യാം. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ യു ക്യാൻ റൈസ് യുവർ ഹാൻഡ്. ഓക്കെ, ഫൈൻ. ഓക്കെ, അത് ഈ സ്റ്റാൻഡേർഡ് ടാപ്പർ എന്ന് പറഞ്ഞാൽ MT1, MT2, MT3, MT4 എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ നമ്പേഴ്സിൽ നമ്മൾ ഇതിനെ പറയാറുണ്ട്. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഇതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നോർമലി ഒരു കൺവേർഷൻ ഫോർമുല എന്ന് പറയുന്നത് നമുക്ക് D - D/2L ആണ്. ടാൻ തീറ്റ എന്ന് പറയുന്നത് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു D - D/2L എന്ന് പറയുന്ന ജനറൽ എക്സ്പ്രഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു കൺവേർട്ട് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഫണ്ടമെന്റൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇവിടെ എന്താ ആൻസർ വരും? B തന്നെയാണ് ആൻസർ. ആർക്കും തെറ്റൊന്നും വന്നിട്ടില്ല. സോ 1 and 2 സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ കറക്റ്റ് ആണ്. സോ ദർ ഈസ് നോ ഡൗട്ട് അബൌട്ട് ദിസ്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അബൌട്ട് ദ ടാപ്പർ പെർ ഫുഡ് TPF? TPF-ഉമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് ഒരു എന്താ പറയുക, ബേസിക് ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ മാത്രം ഇട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതിന് വലിയ ക്വസ്റ്റ്യൻ വരുമോ ഇല്ലയോ നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് നമുക്ക് ക്ലിയർ ഐഡിയ, ഈ ടാപ്പർ എന്ന് പറയുന്ന ഏരിയയിൽ നമുക്ക് ക്ലിയർ പിക്ചർ കിട്ടും. എന്താണ് TPF? Tapper per foot gives the difference between big and small diameter for a 12-inch tapper length. 5/8 inch TPF means the difference between diameters is 5/8 inch for a 12-inch tapper length. രണ്ടൊന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ടാപ്പർ പെർ ഫുട്ട് ഈസ് നോട്ട് റിലേറ്റഡ് ടു എനി ഫിസിക്കൽ മെഷർമെന്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഒന്ന് തന്നെയാണ്, 1-2 സ്റ്റേറ്റ്മെന്റ്സ് തന്നെയാണ് കൃത്യമായ സ്റ്റേറ്റ്മെന്റ്സ്. 1 and 2 സ്റ്റേറ്റ്മെന്റ്സ് ആർ റൈറ്റ്. ഓക്കെ, ബേസിക്. Next question. Which of the following statement is correct about tapper ratios? Tapper ratio is also termed as conicity. A tapper ratio of 1:20 means for a tapper length of 20 units, the difference in diameter is 1 unit. Tapper ratios are always represented in terms of feet. Answer is question number 4. Answer is Naseeb Sayuj. Question number 4. ഓക്കെ, ടാപ്പർ റേഷ്യോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചാണ്. നമുക്ക് ആകെ 2 പോയിന്റാണ് അവിടെ പഠിക്കാനുള്ളൂ അല്ലേ, വേറെ ഒന്നും അവിടെ പഠിക്കാനൊന്നുമില്ല. ആ 2 പോയിന്റ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സിൽ വന്നിട്ടുണ്ട്. സോ B 1 and 2 തന്നെയാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, നെക്സ്റ്റ് വൺ. Which of the following statement is correct about self-holding tappers? Self-holding tappers. It's very important question category il peduthavunna oru question aanu. Very important. Self-holding. Self-holding. അത് നമുക്ക് ഡ്രില്ല്, റീമേഴ്സ്, സ്ലീവ്സ്,
ലെയ്ത്തിന്റെ സെന്റേഴ്സ് ഇതൊക്കെ സെൽഫ് ഹോൾഡിംഗ് ആണ്. സെൽഫ് ഹോൾഡിംഗ് അല്ലെ. അപ്പോൾ സെൽഫ് ഹോൾഡിംഗ് ടാപ്പേഴ്സ് ഹാവ് എ ലോവർ ടാപ്പർ ആംഗിൾ ലിമിറ്റഡ് ടു മാക്സിമം 10 degree. സെൽഫ് ഹോൾഡിംഗ് ടാപ്പേഴ്സ് റിക്വയർ lock-in device for holding components. Tapper shanks or drills, remedes and sleeves are the examples of self-holding tappers. എന്ത് വരും? സി. വൈ സി? എന്തുകൊണ്ടാണ് സി പറഞ്ഞത്? എന്തുകൊണ്ടാണ് സി പറഞ്ഞത്? അശ്വന്ത് ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കി. ഫാസിൽ, വെരി ഗുഡ്. ഒന്നാമത് പറഞ്ഞിരിക്കുന്ന കാര്യം, ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സെൽഫ് ലോക്കിംഗ് ടാപ്പേഴ്സ് ഹാവ് ലോ ടാപ്പർ ആംഗിൾ. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. കാരണം നമുക്ക് സെൽഫ് ഹോൾഡിംഗ് ടാപ്പറിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. സെൽഫ് ഹോൾഡിംഗ് ടാപ്പേഴ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റുകൾ ഉണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് അല്ലേ? അതിലൊന്നാണ് എന്തെന്ന് പറയുന്നത്, അതിന്റെ ആംഗിളിനെ കുറിച്ചുള്ള കാര്യം. എത്രയാണ്? ലിമിറ്റഡ് ടു മാക്സിമം ഓഫ് 10 degree. ഇമ്പോർട്ടന്റ് പോയിന്റ് ഒന്ന്. രണ്ടാമത് നോക്കി, റിക്വയർ ലോക്കിംഗ് ഡിവൈസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി ഡസ് നോട്ട് റിക്വയർ എ ലോക്കിംഗ് ഡിവൈസ്. നമുക്ക് അവിടെ ലോക്കിംഗ് ഡിവൈസിന്റെ ആവശ്യമില്ല എന്നാണ് പഠിച്ചത്. ഓക്കെ. പിന്നെ ടാപ്പർ ഷാങ്ക്സ് ഓർ ഡ്രിൽ, റീമർ, സ്ലീവ്സ് ഒക്കെ സെൽഫ് ഹോൾഡിംഗ് ടാപ്പറിന്റെ എക്സാമ്പിൾ ആണ്. അപ്പോൾ 1, 3 സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണ്. ഇവിടെ റിക്വയർ ലോക്കിംഗ് ഡിവൈസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി അവിടെ റിക്വയർമെന്റ് ഇല്ല എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി. 1 and 3 ആണ് ആൻസർ ആയിട്ട് വരിക. പഠിക്കാത്തവർ പഠിക്കുക, പഠിക്കാത്തവർ കറക്റ്റ് ആയിട്ട് ഇപ്പൊ തന്നെ പഠിച്ചോളാം. ഓക്കെ. സെൽഫ് ഹോൾഡിംഗ് ടാപ്പറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ 3 പോയിന്റ്സ് ആണ്. ഓക്കെ, ക്ലിയർ? ക്ലിയർ ആണല്ലോ അല്ലെ? ഇനി ഇതിൽ നിന്ന് കുറച്ച് വ്യത്യാസമുള്ള അടുത്ത ടാപ്പറാണ് ക്വിക്ക് റിലീസിങ്. അപ്പൊ അത് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കാം. ക്വിക്ക് റിലീസിങ് ടാപ്പേഴ്സ്. ക്വിക്ക് റിലീസിങ് ടാപ്പേഴ്സ് പെട്ടെന്ന്, കാരണം നമ്മൾ സെൽഫ് റിലീസിങ് മീൻസ് ഈ പറയുന്ന സെൽഫ് ഹോൾഡിംഗ് ടാപ്പർ നമ്മൾ ഡ്രിഫ്റ്റിന്റെ സഹായത്തോടെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ ഡിസ്മാൻഡിൽ ചെയ്യുന്നത്. മീൻസ് ഇതിന് ഇപ്പൊ ഡ്രില്ലിനെ അല്ലെങ്കിൽ റീമറിനെ ഒക്കെ നമ്മൾ ഡ്രിഫ്റ്റ് വെച്ച് അടിച്ചിട്ടാണ് ഡ്രില്ല് തിരിച്ചെടുക്കുക അല്ലെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അബൌട്ട് ക്വിക്ക് റിലീസിങ് ടാപ്പേഴ്സ്? ക്വിക്ക് releasing tappers. Quick releasing tappers have a higher tapper angle. Quick releasing tappers require lock-in devices for holding. The arbor of a milling machine is an example of quick releasing tapper. Very important statements. Question number 6 എന്തായിരിക്കും ആൻസർ വരിക? ക്വസ്റ്റ്യൻ നമ്പർ 6 എന്തായിരിക്കും ആൻസർ വരിക? സി അല്ലേ? എന്തൊക്കെ വരും? ക്വിക്ക് റിലീസിംഗ് ടാപ്പേഴ്സ് ഹാവ് എ ഹയർ ടാപ്പർ ആംഗിൾ. കറക്റ്റ്. ക്വിക്ക് റിലീസിംഗ് ടാപ്പേഴ്സ് റിക്വയർ ലോക്കിംഗ് ഡിവൈസസ് ഫോർ ഹോൾഡിംഗ്. ലോക്കിംഗ് ഡിവൈസ് റിക്വയർ ആ പറഞ്ഞിരിക്കുന്നത് അല്ലേ? റിക്വയർ ലോക്കിംഗ് ഡിവൈസസ് അവിടെ ആവശ്യമുണ്ട് അല്ലേ? Okay, the arbor of a milling machine is an example of quick releasing. Very easier question ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ? അപ്പൊ ക്വിക്ക് റിലീസിംഗ് ടാപ്പറിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ട 3 പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. ക്വിക്ക് റിലീസിംഗ് ടാപ്പേഴ്സിന് ഹയർ ടാപ്പർ ആംഗിൾ ആയിരിക്കും, ഒന്നാമത്തെ പോയിന്റ്. ക്വിക്ക് റിലീസിംഗ് ടാപ്പറിന് ലോക്കിംഗ് ഡിവൈസ് ആവശ്യമുണ്ട് ഫോർ ഹോൾഡിംഗ്. ദ സെക്കൻഡ് പോയിന്റ്, ആർബർ ഓഫ് മില്ലിംഗ് മെഷീൻ. ഇതാണ് ആർബർ ഓഫ് മില്ലിംഗ് മെഷീൻ. ആർബർ ഓഫ് മില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത് ക്വിക്ക് റിലീസിംഗ് ടാപ്പറിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അങ്ങനെ 3 പോയിന്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ 1, 2, 3 സ്റ്റേറ്റ്മെന്റ്സ് നമ്മുടെ
ആൻസർ ആയിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് വൺ. Which of the following statement is true about Morse taper? Morse taper. Very, very important. Question number 7. Morse taper. Very, very important. എന്ത് വരും? ബി വരുമോ, സി വരുമോ, ഡി വരുമോ? Morse taper is the most commonly used standard taper in engineering. നമുക്ക് തർക്കമില്ല. Morse tapers are available sizes from MT0 to MT7. MT0 to MT7 എന്ന് പറഞ്ഞാൽ 8 ഗ്രേഡുകൾ ഉണ്ടെന്ന് പറയാം. The included angle of a Morse taper is approximately 6 degree. ഓക്കെ, തെറ്റാണോ ശരിയാണോ? തെറ്റാണോ ശരിയാണോ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, 6 ഡിഗ്രി അല്ലെങ്കിൽ പിന്നെ എത്ര ഡിഗ്രിയാ? 6 അല്ലെങ്കിൽ പിന്നെ എത്രയാ? 6 അല്ലെങ്കിൽ പിന്നെ എത്ര ഡിഗ്രിയാണ്? അറിഞ്ഞാണല്ലേ, 3 ഡിഗ്രി. ഓക്കെ, കാരണം ടാപ്പേഴ്സ് പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് മോഴ്സ് ടേപ്പർ എന്താണെന്നുള്ളതാണ്. മോസ്റ്റ് കോമൺലി യൂസ്ഡ് സ്റ്റാൻഡേർഡ് ടാപ്പർ അല്ലെ? സ്റ്റാൻഡേർഡ് ടാപ്പറുകളിൽ നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത് ഏതാണ്? ഇതാണ്. അപ്പൊ ഓർത്തിരിക്കുക, ഒന്നാമത്തെ പോയിന്റ് ഓർത്തിരിക്കുക, ദ മോസ്റ്റ് കോമൺ. മോസ്റ്റ് കോമൺ. രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് ഓർത്തിരിക്കുക, ഇറ്റ്സ് ഈസ് എ സെൽഫ് ഹോൾഡിംഗ് ടാപ്പർ. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് ഓർത്ത് വെച്ചോ, ആപ്ലിക്കേഷൻ ആണ്. ഏതൊക്കെയാണ്? ബോർസ് ഓഫ് സ്പിൻഡിൽ നോസ്, ലേത്ത്, ഡ്രില്ലിംഗ് മെഷീൻ. ഓക്കെ, അതുപോലെ നമ്മൾ ടെയിൽ സ്റ്റോക്കിൽ. പിന്നെയോ സൈസസ് ഓർത്തിരുന്നോ, MT0 to MT7. ഓക്കെ, അഞ്ചാമത്തെ പോയിന്റ് ആയിട്ട് ഇൻക്ലൂഡഡ് ആംഗിൾ 3 ഡിഗ്രി. ഓക്കെ, ടാപ്പർ പെർ ഫൂട്ടിലാണെങ്കിലോ, TPF ലാണെങ്കിലോ എനിബഡി ആരെങ്കിലും പറഞ്ഞേ, TPF ലാണെങ്കിലോ എത്രയായിരിക്കും ടാപ്പർ വരിക? ഇഫ് ഇറ്റ്സ് നോൺ TPF അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ കുഴപ്പമൊന്നുമില്ല. TPF ലാണെങ്കിൽ എന്ത് വരും ആൻസർ? എന്തുവരും പറഞ്ഞോ? 5/8 ഇഞ്ച് അല്ലേ? 5 അല്ലേ? 5/8 ഇഞ്ച്. ഓക്കെ, അപ്പൊ കൂടുതലായിട്ട് 3 ഡിഗ്രിയാണ് ചോദിച്ചിട്ടുള്ളൂ, ഓർത്തിരിക്കുക. ഇത്രയും പോയിന്റ്സ് വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ്. എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ കയറി വരാം. ഓക്കെ, അപ്പൊ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇസ് റോങ്. 1, 2 സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പൊ 1, 2 സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following statement is correct about standard tappers in engineering? Okay, standard tappers ഏതൊക്കെയാണെന്ന് അറിയണം അല്ലേ? മോഴ്സ് ടേപ്പർ ഉണ്ട്, ബ്രൗൺ ആൻഡ് ഷാർപ്പ് ടേപ്പർ ഉണ്ട്, അതിനെ മോഴ്സ് ടേപ്പറിന്റെ MT എന്ന് പറയും, ബ്രൗൺ ആൻഡ് ഷാർപ്പിന്റെ BS എന്ന് പറയും, ജാനോ ടേപ്പർ ഉണ്ട്, മെട്രിക് ടേപ്പർ ഉണ്ട്, പെൻ ടേപ്പർ ഉണ്ട്. അങ്ങനെ ഒരു 5 ടൈപ്പ് ടേപ്പേഴ്സ് നമുക്ക് പഠിക്കാനുള്ളൂ. 1 മോഴ്സ്, 2 ബ്രൗൺ ആൻഡ് ഷാർപ്പ്, ജാനോ, മെട്രിക്, പിന്നെ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, എക്സാമ്പിൾസ് ഓഫ് സ്റ്റാൻഡേർഡ് ടേപ്പേഴ്സ് ഇൻക്ലൂഡ് മോഴ്സ് ടേപ്പർ ആൻഡ് ജാനോ ടേപ്പർ. ഓക്കെ, ഫൈൻ. മെട്രിക് ടേപ്പേഴ്സ് ആർ നോട്ട് കൺസിഡേർഡ് സ്റ്റാൻഡേർഡ് ടേപ്പേഴ്സ്. ബ്രൗൺ ആൻഡ് ഷാർപ്പ് ടേപ്പർ ഈസ് കോമൺലി യൂസ്ഡ് സ്റ്റാൻഡേർഡ് ടേപ്പർ. അറിയാം, ആൻസർ അറിയാം. ക്വസ്റ്റ്യൻ നമ്പർ 8 എന്ത് വരും ആൻസർ? ആൻസർ ചെയ്ത് എല്ലാവരും ആൻസർ ചെയ്തേ. ആൻസർ ചെയ്യാതിരിക്കല്ലേ, തെറ്റിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ആൻസർ ചെയ്യും, എന്നാലേ അതല്ലേ റിവിഷൻ നടക്കുള്ളൂ. 8B.
യെസ്, കാരണം ഇവിടെ മെട്രിക് ടാപ്പേഴ്സ് ആർ നോട്ട് കൺസിഡേർഡ് ആസ് സ്റ്റാൻഡേർഡ് ടാപ്പർ എന്ന് പറയുന്നുണ്ട്. ഇതൊന്നും ശരിക്കും പഠിച്ചില്ലെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. മെട്രിക് ടാപ്പേഴ്സ് ആർ നോട്ട് കൺസിഡേർഡ് സ്റ്റാൻഡേർഡ് ടാപ്പേഴ്സ് എന്ന് പറയുന്നുണ്ട്. തെറ്റായ പ്രസ്താവനയാണ്. കാരണം മെട്രിക് ടാപ്പർ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ടാപ്പറിന്റെ എക്സാമ്പിൾസ് തന്നെ വരുന്നതാണ്. ഓർത്തിരിക്കുക ഏതൊക്കെയാണ് സ്റ്റാൻഡേർഡ് ടാപ്പർ എന്ന്. സ്റ്റാൻഡേർഡ് ടാപ്പറിൽ ഏതൊക്കെ വരാം? മോഴ്സ് ടാപ്പർ വരാം, ബ്രൗൺ ആൻഡ് ഷാർപ്പ് വരാം, ജാനോ വരാം, മെട്രിക് വരാം, പിന്ന് വരാം. അപ്പൊ ഈ 5 സ്റ്റാൻഡേർഡ് ടാപ്പേഴ്സ് തന്നെയാണ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. 1, 3 സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആയിട്ട് പറയാവുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following statement is true about Morse taper applications? Morse tapers are used in bores or spindle noses of lathe. Morse tapers are commonly used in shanks of disc drills, reamers and lathe centers. Morse tapers number range from MT1 to MT10. Simple question. Simple question. Question number 9. Question number 9. ബി അല്ലേ? ഏതൊരു ബി. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. സോ വലിയ ഡിഫിക്കൽറ്റി വരുന്നില്ല. MT0 to MT7 ആണ് റേഞ്ച് വരിക. ഇവിടെ MT1 to MT10 ആണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് അതിനപ്പം തന്നെ ഒഴിവാക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബ്രൗൺ ആൻഡ് ഷാർപ്പ് ടേപ്പറിനെ കുറിച്ചാണ്. ബോത്ത് സെൽഫ് ഹോൾഡിംഗ് ആൻഡ് ക്വിക്ക് റിലീസിംഗ് ടാപ്പേഴ്സ് ആർ അവൈലബിൾ ഇൻ ബ്രൗൺ ആൻഡ് ഷാർപ്പ് ടേപ്പേഴ്സ്. The taper per foot TP for brown and sharp tapers is 1/2 inch except BS10. BS10 has a taper of 0.5161 inch per foot. ഇവിടെ ബ്രൗൺ ആൻഡ് ഷാർപ്പ് ടേപ്പറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ബ്രൗൺ ആൻഡ് ഷാർപ്പ് ടേപ്പറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ആർബേഴ്സ് ഓഫ് മില്ലിംഗ് മെഷീൻസിൽ യൂസ് ചെയ്യുന്ന നോർമലി അതായത് ക്വിക്ക് റിലീസിംഗിൽ വരുന്നില്ലേ, അവിടെ നമ്മൾ കൂടുതലായിട്ട് വരുന്നത് ബ്രൗൺ ആൻഡ് ഷാർപ്പ് ആണ്. ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ് കേട്ടോ. ആർബേഴ്സ് ഓഫ് മില്ലിംഗ് മെഷീൻ യൂസ്ഡ് ഇൻ, നോട്ട് ചെയ്തോ, ആർബേഴ്സ് ഓഫ് മില്ലിംഗ് മെഷീൻ ഏതാണ്? ക്വിക്ക് റിലീസിംഗ്. ക്വിക്ക് റിലീസിംഗ് അത് ഓർത്തിരിക്കുക. ഇവിടെ നോർമലി നമുക്ക് BS1 to BS18 ആണ് നമുക്ക് ഇതിന് നമ്പർ വരിക. BS1 to BS18 വരെയാണ് ഇതിന്റെ നമ്പർ വരുന്നത്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ നോർമലി ഒരു അറേഞ്ച് TPF ആണ്. BS10 വെച്ച് ബാക്കിയൊക്കെ 1/2 TPF ആണ് ടാപ്പർ പറയുന്നത്. BS10 മാത്രം പറയുന്നത് 0.5161 ആണ്. ഓർത്തിരിക്കുക 0.5161. ക്വസ്റ്റ്യൻ കയറി വരാം. ഓക്കെ, ക്വസ്റ്റ്യൻ കയറി വരാം. ഇതും കയറി വരാം. ആർബേഴ്സ് ഓഫ് മില്ലിംഗ് മെഷീൻ. അപ്പൊ ഇവിടെ എന്താ ആൻസർ വരും? ക്വസ്റ്റ്യൻ നമ്പർ 10 എന്തായിരിക്കും ആൻസർ? ക്വസ്റ്റ്യൻ നമ്പർ 10 എന്തായിരിക്കും ആൻസർ? സി ആയിരിക്കും അല്ലേ? ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാലോ. ക്വസ്റ്റ്യൻ നമ്പർ 11 പോയിക്കൂടെ? ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 11 for you. Jano tapers are used on the external taper on the leg spindle nose. Jano tapers have a taper per foot of 0.6 inch. Jano tapers are mostly used in die sinking machines. ജാനോ ടേപ്പറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇതെല്ലാം ഞാൻ പറഞ്ഞു, ടാപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ലെങ്ത്തിൽ ഇതിനുണ്ടാവുന്ന വേരിയേഷൻ ആണ്. അപ്പൊ ഇതിലുണ്ടാവുന്ന ഏറ്റക്കുറച്ചിലുകൾക്ക് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ യൂസ് സ്റ്റാൻഡേർഡുകൾക്ക് അനുസരിച്ച് കുറെ ടാപ്പർ നെയിമുകളായിട്ട് തരംതിരിച്ചിരിക്കുന്നു. അതിൽ 5 സ്റ്റാൻഡേർഡ് ടാപ്പറുകളാണ് ഉള്ളത്. മോഴ്സ് ടേപ്പറാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്. പിന്നെ ഇത് വരുന്ന ഒന്നാണ് ജാനോ ടേപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓരോന്നിനും ഓരോ ഇപ്പൊ 3 ഡിഗ്രിയാണ് നമ്മൾ അതിൽ ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ മീൻസ് മോഴ്സ് ടേപ്പർ നോർമൽ ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുമ്പോൾ അത് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി സെൽഫ് ഹോൾഡിംഗ് ടാപ്പർ മാക്സിമം എന്ന് പറയുന്നത് 10 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പൊ സെൽഫ് ഹോൾഡിംഗ് മോഴ്സ് അല്ലാത്തതുണ്ട്. ഓക്കെ, മോഴ്സിനെ സംബന്ധിച്ച് 3 ഡിഗ്രിയാണ് ഇൻക്ലൂഡഡ് ആംഗിൾ. ക്ലിയർ? ഓക്കെ, ഇപ്പൊ ജാനോ ടാപ്പർ നമ്പർ വെച്ചിട്ടാണ് സ്പെസിഫൈ ചെയ്യുന്നത്. നമ്പർ 1 to നമ്പർ 20 വരെ സ്പെസിഫൈ ചെയ്യാറുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്
11ാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും ആൻസർ ചെയ്യും. ക്വസ്റ്റ്യൻ നമ്പർ 11. ജാനോ ടേപ്പേഴ്സ് ആർ യൂസ്ഡ് ഓൺ എക്സ്റ്റേണൽ ടാപ്പർ ഓൺ ദ ലേസ് സ്പിൻഡിൽ നോസ് എന്ന് പറയുന്നുണ്ട്. ജാനോ ടേപ്പേഴ്സ് ഹാവ് എ ടാപ്പർ പെർ ഫുട്ട് ഓഫ് 0.6. ഞാൻ ടാപ്പർ എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജാനോ ടേപ്പേഴ്സ് ആർ മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ ഡൈസിംഗ് മെഷീൻസ്. അപ്പൊ ഇതിന്റെ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, എത്രയാണ് ടാപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ആപ്ലിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ്സിൽ ജാനോ ടേപ്പറുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ. ആൻസർ ചെയ്തേ. വെയിറ്റിംഗ് ഫോർ യുവർ ആൻസേഴ്സ്. ഓർത്തിരിക്കുക, നാനോ ടേപ്പർ എന്ന് പറയുന്നത് യൂസ്ഡ് ഓൺ ദി എക്സ്റ്റേണൽ ടാപ്പർ ഓഫ് ദ ലേസ് സ്പിൻഡിൽ നോസ്. ക്വസ്റ്റ്യൻ വരാം. കാരണം ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയോ? അതായത് ചക്കോ ഫേസ് പ്ലേറ്റോ ഒക്കെ മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ടാപ്പർ കൊടുക്കുന്നത്, ജാനോ ടേപ്പർ കൊടുക്കുന്നത്. ക്ലിയർ? അതായത് നമ്മുടെ ചക്കോ ഫേസ് പ്ലേറ്റോ മൗണ്ട് ചെയ്യാവുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? ഈ പറഞ്ഞ ജാനോ ടേപ്പർ കൊടുക്കുന്നുണ്ട്. ടാപ്പർ പെർ ഫുട്ട് എത്രയാണ് ടാപ്പർ കൊടുക്കുന്നത്? 0.6 ഇഞ്ചാണ്, പെർ ഫുട്ടിലാണ് കേട്ടോ. സൈസസ് അവൈലബിൾ ആകുന്നത് നമ്പേഴ്സിലാണ്, നമ്പർ 1 to നമ്പർ 20 അവൈലബിൾ ആണ്. മെയിൻലി യൂസ് ചെയ്യുന്നത് ഡൈ സിംഗിങ് മെഷീൻസിലാണ്. ഓക്കെ, മെയിൻലി യൂസ് ഇൻ ഡൈ സിംഗിങ് മെഷീൻസ്. അതുപോലെ യൂസ്ഡ് ഓൺ ദി എക്സ്റ്റേണൽ ടേപ്പർ ഓഫ് ദി ലേസ് സ്പിൻഡിൽ നോസ്. ക്ലിയർ? ക്ലിയർ? അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റാണ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റാണ്. അപ്പൊ ഓപ്ഷൻ ഡി 1, 2 and 3 കറക്റ്റ് അല്ലേ? ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് വൺ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അബൌട്ട് മെട്രിക് ടാപ്പേഴ്സ്? മെട്രിക് ടാപ്പേഴ്സ്, മെട്രിക് ടാപ്പറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. മെട്രിക് ടാപ്പറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. മെട്രിക് ടാപ്പറിലും നമുക്ക് സെൽഫ് ഹോൾഡിംഗ് ഉണ്ട്, ക്വിക്ക് റിലീസിംഗ് ഉണ്ട്. അപ്പൊ സെൽഫ് ഹോൾഡിംഗ് എന്ന് പറയുമ്പോൾ അവിടെ എപ്പോഴും ആംഗിൾ കുറവായിരിക്കും. അപ്പൊ അവിടുത്തെ ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത് ഇടയ്ക്ക് ചോദിച്ച് കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്, ഓർത്തിരുന്നോളാം. ദ ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ് സെൽഫ് ഹോൾഡിംഗ് മെട്രിക് ടാപ്പർ എന്ന് പറയുന്നത് 2 ഡിഗ്രി 51 മിനിറ്റ് 51 സെക്കൻഡ്. നോട്ട് ദ പോയിന്റ്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 2 ഡിഗ്രി 51 മിനിറ്റ് 51 സെക്കൻഡ്. നോട്ട് ദിസ്. ഓക്കെ, ക്ലിയർ? പിന്നെ നമ്പറിലാണ് എക്സ്പ്രസ് ചെയ്യാം. ഇത് ഈ പറഞ്ഞ പോലെ 4, 6, 8, 60 അങ്ങനൊക്കെ പറഞ്ഞ നമ്പേഴ്സിലാണ് പറയുന്നത്. അത് ഉദ്ദേശിക്കുന്ന നമ്പർ റെപ്രസെന്റ് ഹയസ്റ്റ് ഡയമീറ്റർ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത് ഇൻ മില്ലിമീറ്റേഴ്സിൽ. അതായത് ഈ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡയമീറ്റർ ഉണ്ട്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പൊ സപ്പോസ് ഈ പറയുന്ന 4 എന്ന് പറയുന്ന നമ്പറിന് കറസ്പോണ്ടിങ് ഡയമീറ്റർ ഉണ്ടാവും. ഇപ്പോൾ ക്വിക്ക് റിലീസിംഗ് ടാപ്പറിനാണ് കുറച്ച് വാല്യൂസ് നമുക്ക് പഠിക്കാനുള്ളത്. ക്വിക്ക് റിലീസിംഗ് മെട്രിക് ടാപ്പറിന്റെ ടാപ്പർ റേഷ്യോ പറയുന്നത് 7/24 ആണ്. ഓക്കെ, അതായത് നമുക്ക് ഞാനിത് ഓൾറെഡി പറഞ്ഞു, മെട്രിക് ടാപ്പർ എന്ന് പറയുന്നത് സെൽഫ് ഹോൾഡിംഗ് ഉണ്ട്, ക്വിക്ക് റിലീസിംഗും ഉണ്ട് അല്ലെ. ക്വിക്ക് റിലീസിംഗും ഉണ്ട്. അപ്പൊ ഈ സെൽഫ് ഹോൾഡിംഗിലാണ് എന്ന് പറയുന്നത് 2 ഡിഗ്രി 51 മിനിറ്റ് 51 സെക്കൻഡ് എന്ന് പറയുന്നത്. ക്വിക്ക് റിലീസിംഗിന് നമ്മൾ പറയുന്നത് 7/24 എന്ന് പറയുന്ന ടാപ്പർ റേഷ്യോ ആണ് യൂസ് ചെയ്യുന്നത്. 7/24 ടാപ്പർ റേഷ്യോ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നമ്പറിൽ റെപ്രസെന്റ് ചെയ്യുന്നത്, നമ്പറിൽ എന്ന് പറഞ്ഞാൽ 4, 6, 8 എന്നൊക്കെ പറയുന്ന നമ്പറിലാണ്. 4, 6, 8 പിന്നെ 60, 100 എക്സെട്ര. ഓക്കെ, ഇനി ക്വിക്ക് റിലീസിംഗിലാണ് ഇത് നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നില്ല. ക്വിക്ക് റിലീസിംഗിൽ നമ്പർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 30, 40, 45, 50 എന്നൊക്കെ പറഞ്ഞ നമ്പർ ഉണ്ട്. അതിൽ 30, 60 ഈ 30, 60 അതിന്റെ ഡയമീറ്റർ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതായത് ഹയസ്റ്റ് ഡയമീറ്റർ മില്ലിമീറ്റേഴ്സ് ആണ് ഈ നമ്പർ റെപ്രസെന്റ് ചെയ്തത്. അപ്പൊ നമ്പർ 30 ടാപ്പറിന്റെ കറസ്പോണ്ടിങ് ആയ ഡയമീറ്റർ എന്ന് പറയുന്നത് 31.75 ആണ്. 60ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 107.95 ആണ്. ഈ വാല്യൂ ഇത് 60ന്റെ കറസ്പോണ്ടിങ് നമ്പർ ആണ്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന നമ്പർ 30യുടെ കറസ്പോണ്ടിങ് ഡയമീറ്റർ എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ കയറി വന്നേക്കാം കേട്ടോ. 7/24 ടാപ്പർ എന്ന് പറയുന്നത് ക്വിക്ക് റിലീസിംഗ് ആണ്. അതിൽ നമ്പർ 30യുടെ കറസ്പോണ്ടിങ് മാക്സിമം ഡയമീറ്റർ എത്രയാണെന്ന ക്വസ്റ്റ്യൻ. അത് എത്രയാണ്? 31.75 ആണ്. സോ ആൻസർ എന്ത് വരും? ക്വസ്റ്റ്യൻ നമ്പർ 12 എന്ത് വരും? നന്നായിട്ട് പഠിക്കണം കേട്ടോ. മസ്റ്റ് റിവൈസ് ദീസ് വാല്യൂസ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല.
ഓക്കെ, ഇതൊരു 1 2 സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ ഡയമീറ്റർ പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. ദാറ്റ് ഈസ് 31.75 ആണ് അവിടുത്തെ വാല്യൂ ആയിട്ട് വരിക. 107.95 കറസ്പോണ്ടിങ് നമ്പർ കൊണ്ട് നോട്ട് ചെയ്തു. ദാറ്റ് ഈസ് 60. അപ്പോൾ നമ്പർ 60യുടെ കറസ്പോണ്ടിങ് മേജർ ഡയമീറ്റർ 107.95 ആണ്. ക്ലിയർ ആണെങ്കിൽ യു ക്യാൻ റൈസ് യുവർ ഹാൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റും. Okay, fine. Question number 13. Which of the following statement is true about the uses of standard taper? Standard taper uses ഈ പറയുന്നതിൽ ഏതൊക്കെയാണ്? Which of the following statement is true about the uses of standard tappers? Tappers are used for self-alignment and accurate location of components. Tappers help in assembling and dismantling parts easily. Tappers are used only for decorative application. Very simple question. Easily we can go through the 1 and 2 options. Option B. Okay. Question number 14. Which of the following statement is correct about standard pin tapper? Standard pin tapper. Standard pin tappers are self-holding tappers. The tapper in the metric system is 1:50, while the British system is 1:48. Standard pin tappers are only used for drilling operations. Pin tapper ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. പിൻ ടാപ്പറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. കാരണം കൂടുതലായിട്ട് ഇതൊരു അലൈൻമെന്റിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ടാപ്പർ പിൻസ് യൂസ് ചെയ്യാറ്. മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത് കൂടുതലും അസംബ്ലിയിലും അലൈൻമെന്റിനും വേണ്ടിയിട്ടാണ് അല്ലേ. സെൽഫ് ഹോൾഡിംഗ് ടാപ്പർ ആണ്, കറക്റ്റായിട്ട് ഓർത്തിരിക്കുക. ടാപ്പർ റേഷ്യോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടാപ്പർ റേഷ്യോ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അസ്. കാരണം ഇവിടെ ഈ ഒരു വാല്യൂ ഇത് ഓർത്തിരിക്കുക. ഈ ഒരു വാല്യൂ ദ ടാപ്പർ ഇൻ ദ മെട്രിക് സിസ്റ്റം അത് മനസ്സിലാക്കി വെക്കുക. ടാപ്പർ റേഷ്യോ രണ്ടെണ്ണം പഠിക്കേണ്ടതുണ്ട്. ഇവിടെ 1:50 പഠിക്കണം, 1:48 പഠിക്കണം. ഓക്കെ, ഈ 1:50 എന്ന് പറയുന്ന മെട്രിക് സിസ്റ്റം ആണ്. ഇതാണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, മെട്രിക് സിസ്റ്റം. 1:48 എന്ന് പറയുന്നത് ആക്ച്വലി ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ പറയുന്നതാണ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്, കറക്റ്റ് ആണ്. സ്റ്റാൻഡേർഡ് പിൻ ടേബിൾസ് ആർ ഓൺലി യൂസ്ഡ് ഫോർ ഡ്രില്ലിംഗ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നുണ്ട്. അത് തെറ്റാണ്. കാരണം നമുക്ക് പൊസിഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം, അസംബിൾ ആൻഡ് ഡിസ്മാൻഡിൽ വേണ്ടി യൂസ് ചെയ്യാം, ഡ്രൈവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസിൽ ആർക്ക് വരുന്നുണ്ട്, ഈ പറയുന്ന പിൻ ടേബിൾസിന് വരുന്നുണ്ട്. സോ ഓപ്ഷൻ തേർഡ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് തേർഡ് ഈസ് റോങ് വൺ. 1, 2 സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following statement is correct about pin tappers? Pin tappers are used for tapper pins in assembly work. The tapper ratio of pin tappers is 1:50. The diameter of tapper pin is specified by the larger diameter. Very, very important question. Very, very important. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞത്. ആൻസർ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 15 ബി ആണ് അല്ലേ. കാരണം ലാർജ് ഡയമീറ്ററിൽ വെച്ചിട്ടല്ല നമ്മൾ സ്പെസിഫൈ ചെയ്യാം. എന്ത് വെച്ചിട്ടാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്? നമ്മുടെ സ്പെസിഫിക്കേഷൻ എന്തിലായിരിക്കണം? ഈ ഫിഗറിൽ തന്നെ ഉണ്ട്. നോക്കി, ഈ ഫിഗറിൽ തന്നെ ഉണ്ട്. കണ്ട ഈ ഒരു ഏരിയ കണ്ട. ഓക്കെ, ഏതാണ്? സ്മോൾ ഡയമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ സ്പെസിഫൈ ചെയ്യാന്ന് ഓർത്തിരിക്കുക. സോ 1 and 2 will be the right answer. Next question. Which of the following statement is true about the key and keyway tappers? The tapper used for keys and keyways is 1:100. The tapper used for keys and keyways is 1:48. Key and keyway tappers are specified in IS 3458 1981. Question number 16. എല്ലാവരും ആൻസർ ചെയ്യാം. Key and keyway tappers. For keys,
ഫോർ കീസ് ഇത്രയാണ് കൊടുക്കുക. അപ്പൊ ഇവിടെ എന്തൊക്കെ ഓർത്തിരിക്കണം? നോർമലി വരുന്ന കീ ആൻഡ് കീ വേ ഇത് നമ്മൾ പഠിച്ചു ഓൾറെഡി. ഇതല്ല ആൻസർ വരിക. അപ്പോൾ ഇത് ക്വാർട്ടറിൽ നമ്മൾ ഈ 1/24 to 1/48 പഠിക്കാറുണ്ട് കേട്ടോ, ഇൻ ക്വാർട്ടേഴ്സ്, ജിബ് ആൻഡ് ക്വാർട്ടർ അസംബ്ലിയിലൊക്കെ. ഓക്കെ, ഇന്ന് കീ ആൻഡ് കീ വേ ടാബേഴ്സ് ആർ സ്പെസിഫൈഡ് ബൈ IS 348/1981. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കയറി വന്നേക്കാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 16 ആൻസർ വിൽ ബി സി. സി ആണ് വരിക. യശ്വന്ത് ശ്രദ്ധിക്കുക, കാരണം 1ഉം 2ഉം സ്റ്റേറ്റ്മെന്റ് വ്യത്യാസമല്ലേ. ഓക്കെ, ഇതൊരു 1 and 3 അല്ലേ, 3 സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കും കറക്റ്റ് വരിക. 1, 3 ഇല്ലേ, സോറി 3 കേട്ടോ, സോറി. ഓക്കെ, ക്ലിയർ? കറക്റ്റ് ആൻസർ ടൈപ്പ് ചെയ്തപ്പോൾ കറക്റ്റ് ആയിരുന്നു, അതിൽ ഓപ്ഷൻ ഇട്ടപ്പോൾ മാറിപ്പോയതാണ്. ക്ലിയർ? ഓക്കെ ആണല്ലോ? If it's okay, you can raise your hand. Okay. അപ്പോൾ നമ്മളിന്ന് 16 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. മാക്സിമം ടാപ്പേഴ്സ് എന്ന് വരാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ലേത്തിന്റെ ടാപ്പറിനോ സ്പിൻഡില്, മില്ലി മെഷീന്റെ സ്പിൻഡില്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻ വരാനുള്ളത്. ആർബറിന്റെ കാര്യങ്ങൾ, പിന്നെ നോർമൽ ആയിട്ട് വരുന്ന ടാപ്പർ ഇഷ്യൂസ്, ക്വിക്ക് റിലീസിംഗ് മെറ്റീരിയൽ ടാപ്പറിന്റെ ആ കുറച്ച് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്ന നമ്പർ 30 ടാപ്പറിന് കറസ്പോണ്ട് ഡയമീറ്റർ എത്രയാണ്, നമ്പർ 60 ടാപ്പറിന് കറസ്പോണ്ട് ഡയമീറ്റർ എത്രയാണ്, അത് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ കയറി വരാം. ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ് മെട്രിക് ടാപ്പർ, സെൽഫ് ഹോൾഡിംഗ് മെട്രിക് ടാപ്പർ ഇൻക്ലൂഡ് ആംഗിൾ 2 ഡിഗ്രി 51 മിനിറ്റ് 51 സെക്കൻഡ് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ കയറി വരാം. പിന്നെ ഇതിനെ സ്പെസിഫൈ ചെയ്യുന്നത് പിൻ ടാപ്പറിൽ സ്പെസിഫൈ ചെയ്യുന്നത്, പിന്നിനെ സ്പെസിഫൈ ചെയ്യുന്നത് എന്താ പറയുക, ചെറിയ ഡയമീറ്റർ, സ്മോളസ്റ്റ് ഡയമീറ്റർ വെച്ചിട്ടാണ്, അതും ക്വസ്റ്റ്യൻ കയറി വന്നേക്കാം. പിന്നെ ഡൈസിംഗ് മെഷീൻസ് ജാനോ ടേപ്പർ ആണ്, മനസ്സിലാക്കി വെക്കുക. പിന്നെ നമുക്ക് ആർബേഴ്സ് ഓഫ് മില്ലി മെഷീൻ എന്ന് പറയുന്നത് ബ്രൗൺ ആൻഡ് ഷാർപ്പ് ടേപ്പർ ആണ്. പിന്നെ നമുക്ക് വരാൻ സാധ്യത മോഴ്സ് ടേപ്പറിന്റെ ആപ്ലിക്കേഷൻ നിർബന്ധമായിട്ടും മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. അതായത് ബോസ് ഓഫ് സ്പിന്നിൽ, നോസ് ഓഫ് ലെയ്ത്ത് ആൻഡ് ഡ്രില്ലിംഗ് മെഷീൻ, അത് ക്വസ്റ്റ്യൻ കയറി വന്നിട്ടുള്ളതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ഒരു ബേസിക്കലി നമുക്ക് ടാപ്പർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറെ വാല്യൂസ് ഉണ്ട്. അത് നിർബന്ധമായിട്ടും നമ്മുടെ മൈൻഡിൽ അപ്പോൾ വന്നിട്ടുണ്ടാവണം, റിവിഷൻ ചെയ്തിട്ടുണ്ടാവണം, എങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇതിന് കയറി വരുള്ളൂ. ഫുൾ മാർക്ക് നമുക്ക് ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റും. ഒരു ക്ലാസ്സോടുകൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോർഷൻസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവും. ടാപ്പറിന് ഇനി കുറച്ച് ടാപ്പർ ട്രെയിനിങ്, അറ്റാച്ച്മെന്റ് മെത്തേഡ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി തിയറി എടുത്താണ് ലേത്തിന്റെ ക്ലാസ്സിൽ. അതിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കഴിഞ്ഞാൽ ആ പോർഷൻ കഴിയും. ഓക്കെ, ഞാൻ ഇന്ന് ക്ലാസ് വല്ല വൈൻഡിപ്പ് ചെയ്യുന്നു. ഓക്കെ, വേറെ ഒന്നുമില്ലല്ലോ? ഓക്കെ, അപ്പോൾ കുറച്ച് ലേറ്റ് ആയി വന്നവര് റെക്കോർഡ് സെക്ഷൻസ് ഒന്ന് കാണാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് ഡേറ്റ് ചെയ്യാൻ പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ മെല്ലെ മൈൻഡ് ബിസി ആണ്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ഇതുവരെയും തൽക്കാലം ബൈ, ടേക്ക് കെയർ, സീ യു.